ഓവറായിട്ട് ഞാൻ ചെയ്തിട്ട് പരിപാടിയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും ജസ്റ്റ് ഒരു റൊമാൻസ് വരാൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കിസ് ചെയ്യാണ്ട് കാണിക്കാൻ പറ്റില്ലല്ലോ. അല്ല, കിസ് ചെയ്യാണ്ട് റൊമാൻസ് കാണിക്കാൻ പറ്റത്തില്ല എന്ന് പറ്റും. നമ്മുടെ പഴയ സിനിമകളൊക്കെ എടുത്ത് നോക്കിയാൽ മതി. കിസ് ചെയ്യുന്നത് മാത്രമല്ല റൊമാൻസ്. റൊമാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ വരുന്ന ഒരു നടന്റെ ഫേസിൽ വരുന്ന കാര്യങ്ങളാണ്. അത് ശരീരബോഡിയിൽ വരുന്ന ഉമ്മ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഉമ്മ വെച്ചിട്ടുണ്ടാവുന്ന പലരും എന്നോട് നിനക്ക് ഇതുവരെ ജീവിതത്തിൽ ഉമ്മ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ഒരു കണ്ടന്റ് അങ്ങനെ ചെയ്തേണ്ടി വന്നത്. എനിക്ക് ക്ഷമ കെട്ടുകൊണ്ട്. അപ്പോൾ അത് എനിക്ക് ചെറിയ പെമ്പിളായിട്ട് ചെയ്യാൻ നമ്മളതുകൊണ്ടല്ല. പക്ഷെ അത് വലിയൊരു വിമർശനം വരും. അതിന് ആ പെണ്ണ് ചിലപ്പോൾ വേറെ രീതിയിലൊക്കെ പറയാം. അതുകൊണ്ടാണ് ഞാൻ ചെറിയ പെമ്പിളായിട്ട് ഓവറായിട്ട് കിസിങ് സീൻസ് ചെയ്യാതെ. പക്ഷെ ഈ ക്യാമറ വരുന്നതിന് മുന്നേ ഞാനല്ല എന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു 5th സ്റ്റാൻഡേർഡിൽ പഠിച്ചപ്പോൾ ഇങ്ങോട്ട് വന്ന് ഉമ്മ വെച്ചിട്ടുണ്ട്. പ്രണയമല്ല, എന്നോടൊരു ഫാന്റസി ഉണ്ടായിരുന്നു കുട്ടിക്ക്. എന്നോട് ഫാന്റസി മനസ്സിലായ? ഫാന്റസി എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങനെ എടുക്കുമെന്നല്ല. പക്ഷെ എപ്പോഴും ആ ഫാന്റസി അല്ലെങ്കിൽ ഒരു ഭ്രമം എല്ലാവരും ഉണ്ടാവണമെന്നില്ലല്ലോ. ഇപ്പൊ മനസ്സിലായ? ഫെയിമായി കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ആ ഒരു എന്താ പറയാ ഭ്രമില്ലാത്തതല്ല. കാരണം നല്ല നടന്നു പോകാനല്ല. അല്ലെങ്കിൽ എല്ലാ ദിവസവും ആൾക്കാർക്ക് പെൺകുട്ടികൾക്ക് ആളുകളെ കാണുമ്പോൾ മുഖം നോക്കിയാൽ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഒരു പൊതുവായിട്ടുള്ള സംഭവം. പിന്നെ അലനിൽ നിന്ന് ഇനി നല്ല നല്ല കണ്ടന്റുകൾ കിട്ടും അല്ലേ? ഞങ്ങൾ പ്രതീക്ഷിച്ചോട്ടെ. പിന്നെ അത് കിട്ടും. പിന്നെ പറയാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഇറങ്ങുന്ന വശത്തും കയറുന്ന വശത്തും ആൾക്കാർ ഈ ചില ആൾക്കാരെ ഒറിജിനലായിട്ട് ക്യാമറയൊന്നും ഇല്ലാണ്ട് തന്നെ വെറുതെ ഓപ്പൺ ആയിട്ട് കിസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അത് വളരെ മോശമായിട്ടുകൊണ്ടാണ് ഞാൻ ബസ്സിൽ യാത്ര നിർത്തിയത്. അപ്പൊ ബസ്സിൽ ഇപ്പൊ അതുകൊണ്ട് യാത്ര ചെയ്യാറില്ല. ഞാൻ ടൂ വീലറിലും സ്കൂട്ടറിലും ഓട്ടോറിക്ഷയിലും പിന്നെ കാറിലൊക്കെ യാത്ര ചെയ്യാറില്ല. ഒരുപാട് അലൻ ഒരു തെറ്റ് ചെയ്യാതെ തന്നെ പല സ്ഥലത്തും ഒരുപാട് പേര് ഇങ്ങനെ ട്രോളുക, മോശമായിട്ട് തെറി പറഞ്ഞിട്ടൊക്കെ വീഡിയോ റിവ്യൂ ഒരു റിയാക്ഷൻ വീഡിയോസ്, നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ഫീൽ ചെയ്യാറുണ്ടോ മോന്? അത് തീർച്ചയായിട്ടും ഫീൽ ചെയ്യാറുണ്ട്. റിയാക്ഷൻ ചെയ്യുന്ന ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അത് നമുക്ക് മാറ്റണമെന്ന് തോന്നിയിട്ടില്ല? മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാമത് ഇപ്പൊ വീട്ടിൽ ഒരുപാട് ഞാൻ ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ വിമർശിച്ചെന്ന് പറഞ്ഞാൽ അതില് ഇല്ലാത്ത സംഭവങ്ങൾ ഉണ്ടെന്ന് ചിത്രീകരിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അത് നമ്മൾ കറക്റ്റായിട്ട് ഇതിൽ ഞാൻ പറയണത്, നമ്മള് ഒന്നാമത് എന്റെ കൂടെ വരുന്ന ആൾക്കാർക്ക് ഒന്ന് ഹസ്ബൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ഉണ്ടാവും, അങ്ങനെയുള്ള ഒറ്റക്കല്ല വരുന്ന പെൺകുട്ടികൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അഭിനയിക്കാൻ പോവുക, അല്ലാണ്ട് അതിലൊരു എന്താ പറയാ അഡ്ജസ്റ്റ്മെന്റോ പരിപാടികളോ ഒന്നും അതിനകത്ത് നടക്കുന്നില്ല. എന്നിട്ടും ആൾക്കാർ പേരെ എന്താ പറയാ വർക്കിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു എന്ന് പറഞ്ഞു വരുത്തുന്ന ആൾക്കാരുണ്ട്. എന്റെ വീട്ടിൽ മീഡിയ ടീം ഉണ്ട്, കാര്യങ്ങളുണ്ട്. അവരുടെ മുന്നിൽ വെച്ച് ക്യാമറയിൽ സീൻസിന് വേണ്ടി ചിലപ്പോൾ കെട്ടിപ്പിടിച്ച് അഭിനയിച്ചിരിക്കും, ഒരു കട്ടിൽ കിടന്നിരിക്കും. അത് തുണി കൊടുത്തിട്ടാണ് കിടക്കുന്നത്. വീട് വേണേ കണ്ടിട്ടുണ്ടാവും. അപ്പൊ പമ്പയായിട്ട് ഞാനൊരു റൊമാൻസ് സീൻ ചെയ്തിരുന്നു. അപ്പൊ അതിൽ കട്ടിൽ കിടക്കുന്ന സീൻസ് ഉണ്ട്. അപ്പൊ അത് സീനിന് വേണ്ടി മാത്രമാണ് നമ്മൾ കിടക്കുന്ന പോലും. മനസ്സിലായ? ക്യാമറ ഉണ്ട്, അല്ലാണ്ട് വെറുതെ വീട്ടിൽ വെച്ച് പലപ്പോഴും ഷൂട്ട് നടന്നിട്ടുണ്ട്. അല്ലാണ്ട് നമ്മൾ ബർത്ത്ഡേ നടന്നപ്പോ അവിടെ എന്തോ അനാശാസ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പുറത്തോട്ട് വന്നത്, എന്താണ് പറയാനുള്ളത്? അതിലിപ്പോ എന്താ പറയാ ഒരുപാട് പേര് വന്ന് പങ്കെടുത്തതാണ്. കാരണം അതില് ഇപ്പോ എന്താ പറയാ പമ്പ മാത്രം പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട്. അത് തെറ്റാനുള്ള പ്രവണതയാണ്. കാരണം പമ്പ മാത്രമല്ല, അവിടെ ഒരുപാട് നാട്ടിൽ നിന്ന് ഒരുപാട് 2-3 പെണ്ണുങ്ങൾ വന്നിരുന്നു. അവരെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം നാട്ടുകാരാണ്, അവർ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. പിന്നെ എന്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഫാൻസ് അസോസിയേഷൻ ഇല്ല, എന്നാലും എന്റെ പേരിൽ കുറച്ച് ഫാൻസ് എന്നൊക്കെ പറഞ്ഞ് ചില പിള്ളേർ വന്നിരുന്നു. 12 പേര്. എന്റെ ഫസ്റ്റ് മാരേജ് കഴിഞ്ഞിട്ടുള്ള ശ്രീലക്ഷ്മി വന്നിരുന്നു, ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തത്. നീയാണ് ഇപ്പൊ കണ്ടന്റ് കൊടുത്തോണ്ടിരിക്കുന്നത്. എന്റെ ഫസ്റ്റ് മാരേജ് എന്ന് പറയുമ്പോൾ ശ്രീലക്ഷ്മി ഇവന്റെ ഭാര്യ മാരേജ് പോലെ ആയിപ്പോയി. അത് കല്യാണം കേട്ടില്ല, ഒരു മാരേജ് വിഷ്ണു കൊച്ചുകാരൊക്കെ ഉണ്ടാകുന്നു. അപ്പോ അന്ന് ഉണ്ടായില്ല, മറ്റേ കല്യാണത്തിന്റെ സമയത്ത് പുള്ളി ഉണ്ടായിരുന്നു, ആ ഫോട്ടോഷൂട്ടിന്റെ സമയത്ത്. അപ്പൊ ശ്രീലക്ഷ്മി ഉണ്ടായിരുന്നു. പിന്നെ ആ ദിവസം അനാശാസ്യം നടന്നു പറയുമ്പോൾ ഒരാളെ എങ്ങനെ പരാജയപ്പെടുത്താൻ നോക്കണേ, മനസ്സിലായി? നമ്മൾ ഒരുപാട് സെലിബ്രിറ്റീസിനെ വിളിച്ചാൽ നടന്മാരെയൊക്കെ, അപ്പൊ അവർക്ക് അവരുടെ തിരക്കുകൾ കൊണ്ട് വന്നില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ ആറാട്ടണ്ണനും അലൻ ജോസ് പെരേരയും നല്ലൊരു സൗഹൃദമായിരുന്നു. ഒരു പക്ഷേ ഈ അലൻ ഇതിലേക്ക് വരുന്നതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാരണക്കാരനും ആറാട്ടണ്ണനാണ്. പക്ഷെ അന്ന് നിങ്ങൾ വിഷ്ണു കൊച്ചിക്കാരനുമായിട്ട് ചേർന്നിട്ട് എന്റെ ബർത്ത്ഡേക്ക് ആറാട്ടണ്ണൻ വരാൻ പാടില്ല എന്നും വിഷ്ണു വന്നാൽ വിഷ്ണു കൈകാര്യം ചെയ്യും, അതായത് പൈനാപ്പിൾ അണ്ണൻ കൈകാര്യം ചെയ്യുമെന്നും പറഞ്ഞു. അത് ശരിക്കും അങ്ങനെ ഒരു ഇത് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം നിങ്ങൾ ആദ്യം മുതലേ നല്ല സൗഹൃദമുള്ളവർ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിടുന്ന പോലെ കാണിക്കുമെങ്കിലും ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ലൈഫിന്റെ ഏറ്റവും നമ്മൾ ജനിച്ച ദിവസമാണ് നമ്മൾ നമ്മുടെ ഒരു ബർത്ത്ഡേക്ക് ഒരു കോമാളിയെ പോലെ പുള്ളി വന്ന് നിൽക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു, മനസ്സിലായ? അല്ലാണ്ട് അത് പിന്നെ മനസ്സിലായില്ല. തിയേറ്ററിൽ ഇപ്പൊ നടിമാരെ നോക്കി നിന്ന് പുള്ളി ഇങ്ങനെ വെള്ളം ഇറക്കുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ ആൾക്കാർ ട്രോളുന്നുണ്ടല്ലോ. അപ്പൊ അതേപോലത്തെ പരിപാടികൾ അവിടെ വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, പക്ഷെങ്കിലും എനിക്കത്
എന്റെ വീട്ടില് ഒന്നാമത് മറ്റേ ഏറ്റവും കൂടുതൽ ഞാൻ വിളിച്ചിട്ട് വരുന്ന പെൺകുട്ടികളാണ്. അപ്പോ പെൺകുട്ടികളെ കൂട്ടത്തിൽ പലരും എന്നോട് പറഞ്ഞു സന്തോഷ് വർക്കിയെ വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. ആരാന്നൊന്നും ചോദിക്കണ്ട, പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും റീൽസിൽ നമ്മൾ ചിലപ്പോ നമ്മളെക്കാളും പ്രായമുള്ള ആൾക്കാരോടെയും അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാരോടെയൊക്കെ റീൽ ചെയ്യും. പക്ഷെ നമ്മുടെ സൗഹൃദം എന്താണെന്ന് തെളിയിക്കുന്നത് ഒരു ദിവസം ഒന്നെങ്കിൽ ബർത്ത്ഡേ ആയിരിക്കാം, കല്യാണമായിരിക്കാം. കല്യാണം പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന സംഭവമാണ്. കാരണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെയാണ് വിളിക്കാറ്. അപ്പൊ അത് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു കാരണവശാലും സന്തോഷ് വർക്കി താങ്കൾക്ക് പ്രിയപ്പെട്ടവൻ അല്ലാതായി പോയില്ലേ? പ്രിയപ്പെട്ടവനല്ല, നമുക്ക് ഒരു എന്താ പറയാ എന്റെ പ്രായക്കാരനല്ലോ, എന്നെക്കാളും. അപ്പൊ പ്രായക്കാരല്ലോ അവിടെ വന്നത് മൊത്തം. അവിടെ അങ്ങനെ പറയുകയാണെങ്കിൽ വിഷ്ണു കൊച്ചിക്കാരൻ ഉൾപ്പെടെയുള്ള വിഷ്ണു കൊച്ചിക്കാരൻ വന്നില്ല. വിഷ്ണു കൊച്ചിക്കാരൻ ഡെക്കറേഷൻ ചെയ്യാൻ മാത്രമേ വന്നുള്ളൂ. പമ്പച്ചേച്ചിയുടെ കാര്യം പറഞ്ഞു. പമ്പച്ചേച്ചി വിഷ്ണു പിന്നെ നിങ്ങളുടെ പ്രായമല്ലല്ലോ, അലന്റെ പ്രായമല്ലല്ലോ. പമ്പച്ചേച്ചി പ്രായക്കാരെ ഞാൻ ക്ഷണിച്ചു. നിമ്മ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് 26 വയസ്സുള്ളു, പിന്നെ ഷെറിന് 10-22 വയസ്സുള്ളു, കുക്കു ആണെങ്കിലും വയസ്സ് കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ വരെ വിളിക്കുമ്പോ ഞാൻ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ ക്രഷാണ് അങ്ങനത്തെ എന്ന് പറയുന്ന ആൾക്കാർ വിളിക്കില്ല. ഞാനും പറഞ്ഞിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ ക്രഷ് ആണെന്നുള്ള ടോപ്പിക്കുകളൊന്നും ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യത്തെ പറഞ്ഞിട്ടുള്ളൂ. തമാശ പറഞ്ഞതാണ്. അപ്പൊ തന്നെ സോറി പറഞ്ഞു തന്നു. അനാക്കി മറക്കാനെ കുറിച്ച് പുള്ളി ഡെയിലി പറയണില്ല, അങ്ങനെ ഒരു മോശമാക്കി ചിത്രീകരിക്കുന്നതല്ലേ. ഡെയിലി പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. ഒരാളിൽ നിൽക്കും, ഒരാളോട് പറയുന്ന സമയത്ത് അവർ റിജക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് പുള്ളി വേറൊരാളുടെ പേര് പറയുന്നത്. അത് അപ്പൊ പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. പുള്ളിയുടെ മെയിൻ ആയിട്ടുള്ള കല്യാണം നടക്കാത്തത്, പിന്നെ പുള്ളിക്ക് ഒരു ഫ്രണ്ട് പോലും ഉണ്ടാകത്തത്. നമ്മളുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ആ ബർത്ത്ഡേ അലൻ പ്ലാൻ ചെയ്തതും നടത്തിയതും. സ്വാഭാവികമായിട്ട് അവിടെ അച്ഛനില്ലേ, അമ്മയില്ലേ? അമ്മ രാത്രി വന്നിരുന്നു. അച്ഛൻ ഗൾഫിലാണ്. അലന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണ്? എന്റെ ഏറ്റവും അടുത്ത് ഇപ്പൊ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോ നിമയായിരിക്കാം. അപ്പൊ ഇപ്പോഴും കാണുന്നില്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ഉപദേശമൊക്കെ തരുന്നത് നിമയുണ്ട്. പെണ്ണുങ്ങളാണെങ്കിൽ നിമയുണ്ട്. പിന്നെ ആൺകുട്ടികളാണെങ്കിൽ കുട്ടികളാണ്, ചേട്ടന്മാരിലാണെങ്കിൽ വിഷ്ണു ചേട്ടനുണ്ട്. എന്റെ പ്രായമുണ്ട്. വിഷ്ണു ഞാൻ എപ്പോഴും വിളിക്കും, പക്ഷെ വിഷ്ണു ചേട്ടനാണ്. പുള്ളിക്ക് 10-15 വയസ്സുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ഫംഗ്ഷൻ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് കേക്ക് മുറിക്കുന്നത്, കട്ട് ചെയ്യുന്നത് മുതല് വായി വെച്ച് കൊടുക്കുന്നത് മുതല് ആ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അടുത്ത് ഉണ്ടാവാറുള്ളത്. പക്ഷെ ഈ പറഞ്ഞ വ്യക്തികളൊന്നും അല്ലായിരുന്നു. താങ്കൾ പറഞ്ഞ ഈ അഭിലാഷാട്ടയും ആയിരുന്നു ഉണ്ടായിരുന്നു. ക്യാമറക്ക് മുന്നിൽ നിർത്തുമ്പോൾ അവരുണ്ടാവുള്ളൂ. നെയ്ബേഴ്സ് ഉണ്ടായിരുന്നു, മീഡിയക്കാർക്ക് അറിയാം. അവരെ വിളിച്ചൊരു എന്താ പറയാ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ചും പറഞ്ഞു തരും. കാരണം ഇവര് മാത്രമല്ല, ഒന്നാമത് അഭിലാഷാട്ടത്തിന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പുള്ളിയും മായനും കൂടി പാട്ട് പാടിയിട്ട് നിർത്തണ്ടായില്ല. ഞാൻ പിന്നെ ഒത്തിരി പാട്ട് നിർത്തിയത്. റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേജില്. നിങ്ങൾ ഇങ്ങനെ പറയാം, വിഷ്ണുവിന് ബോഡി ഗാർഡായിട്ട് നിന്നുകൊണ്ട് ഇനി ആര് വന്നാലും വിഷ്ണു തടയും, ആറാട്ടെണ്ണം പ്രത്യേകിച്ച് വരാൻ പാടില്ല എന്നൊക്കെ അതിനെതിർത്തിട്ട് ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങൾക്ക് നല്ല സൗഹൃദം തന്നെയല്ലേ? പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്നറിയാമോ? കാരണം നമ്മള് സന്തോഷ് വർക്കിനെ കാണാൻ പോകുമ്പോ സന്തോഷ് വർക്കിന് എന്റെ കൂടെ വേറെ ആരും ഞാൻ കൊണ്ടുപോകാറില്ല. ഒറ്റയ്ക്ക് പോയി പുള്ളിനെ കാണും. കാണുമെന്ന് പറഞ്ഞാൽ ചില സിറ്റുവേഷനിൽ ഇപ്പൊ തിയേറ്ററിൽ പോകുമ്പോഴൊക്കെ കാണാറുണ്ട്, അല്ലെങ്കിൽ മാളിൽ പോകുമ്പോഴൊക്കെ കാണാറുണ്ട്, ഫോട്ടോ എടുക്കാറുണ്ട്. അല്ലാണ്ട് അതിൽ കവിഞ്ഞ് നമ്മൾ ഡെയിലി പോകാറില്ല, മിണ്ടാറില്ല. അങ്ങനെ വലിയൊരു സൗഹൃദമൊന്നുമില്ല. അദ്ദേഹം പക്ഷെ സ്വാഭാവികമായിട്ടും മറ്റ് നിങ്ങൾ ഓരോരുത്തരും ചെയ്ത വീഡിയോസും മറ്റു കാര്യങ്ങൾ, കണ്ടന്റ് വീഡിയോസ് ആയാലും ഷോർട്ട് മൂവീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നോക്കും, ആറാട്ടണ്ണൻ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ കൊടുത്തിട്ടില്ല. അഡൾട്ടറി കണ്ടന്റ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ, സെക്ഷൽ കണ്ടന്റ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. വിളിച്ചോണ്ട് പോയപ്പോ മാത്രമാണ് ഒരു വീഡിയോ, അത് മാത്രമല്ലേ വന്നിട്ടുള്ളൂ. അപ്പൊ അദ്ദേഹം അപ്പൊ ഒരു ജെന്റിൽമാൻ തന്നെയാണ്, അത്ര മോശമായ ഒരു മനുഷ്യനല്ലല്ലോ. അപ്പൊ ശരിക്ക് ആറാട്ടണ്ണൻ നമുക്കുള്ളിലൊരു പേടിയാണ്, അല്ലാണ്ട് ജെന്റിൽമാൻ അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ